നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ, കുറ്റിപ്പുറം, കൊടുങ്ങല്ലൂർ, ഷൊർണൂർ സംസ്ഥാന പാതകളുടെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂരിൽ പോസ്റ്റർ പതിച്ചു. ശതദിന നൃത്തോത്സവത്തിൽ രവീന്ദ്രഗീത നാട്യത്തിൽ നിഷിത യാമിനി അഭിസാരി രാധാ പദം ശ്രദ്ധേയമായി. സൗഹൃദം സ്ഥാപിച്ച് വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ, കുറ്റിപ്പുറം, കൊടുങ്ങല്ലൂർ, ഷൊർണൂർ സംസ്ഥാന പാതകളുടെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. നിയമസഭയിൽ AC മൊയ്തീൻ MLA-യുടെ സബ്മിഷന് നൽകിയ മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. 13.5 കിലോമീറ്റർ കോൺക്രീറ്റ് ഇടൽ മാത്രമാണ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞത്. തിരക്കേറിയ പാതയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ആവശ്യമായി വരുന്നുണ്ടെങ്കിലും സമയബന്ധിതമായി ലഭ്യമാക്കാത്ത സാഹചര്യമുണ്ടായി എന്നാണ് KSTP റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ പാലക്കൽ സെന്ററിൽ 250 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പണികൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡിലെ കുഴികൾ അടയ്ക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മന്ത്രി പറഞ്ഞു. കൊടുങ്ങല്ലൂർ മുതൽ കുറുക്കഞ്ചേരി വരെയുള്ള 34.5 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ പദ്ധതി. പ്രവൃത്തി ആരംഭിച്ചെങ്കിലും 13.5 കിലോമീറ്റർ PQC ആണ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞത്. തിരക്കേറിയ പാതയിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ആവശ്യമായി വരുന്നെങ്കിലും സമയബന്ധിതമായത് ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായി എന്ന് KSTP റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിൽ പാലക്കൽ സെന്ററിൽ 250 മീറ്റർ നീളത്തിൽ PQC നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. റോഡിലെ കുഴികൾ അടക്കുന്ന പ്രവൃത്തി നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ 2 റോഡുകളുടെയും വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇതിനകം നിരവധി യോഗങ്ങൾ വിളിച്ചാണ്. എന്നാൽ ഒരു പ്രത്യേക യോഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ വിളിച്ചു ചേർക്കാമെന്നുള്ളത് സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂരിൽ പോസ്റ്റർ പതിച്ചു. അളഗപ്പ നഗർ കോൺഗ്രസ് ഓഫീസിന്റെ മതിലിലാണ് പോസ്റ്റർ പതിച്ചത്. 20ഓളം പോസ്റ്ററുകൾ പതിച്ചിരുന്നുവെങ്കിലും ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കീറിക്കളഞ്ഞ നിലയിലാണ്. K. മുരളീധരനെ തോൽപ്പിക്കാൻ ടാജറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. മുരളീധരന് വേണ്ടി അളഗപ്പ നഗർ കോൺഗ്രസ് ഓഫീസിലെത്തിച്ച കെട്ടുകണക്കിന് പോസ്റ്ററുകൾ ഉപയോഗിക്കാതെ നശിപ്പിച്ചുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. സുരേഷ് ഗോപിക്ക് വേണ്ടി മുരളീധരന്റെ പോസ്റ്റർ കുറുമാലിയിൽ പുഴയിൽ എറിഞ്ഞ ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാണ് പോസ്റ്ററിലുള്ളത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലത്തിലെ അളഗപ്പനഗർ പഞ്ചായത്ത് ഒഴികെ മറ്റെല്ലാ പഞ്ചായത്തിലും മുരളീധരന് വേണ്ടി റോഡ് ഷോ നടത്തിയിരുന്നു. എന്നാൽ അളഗപ്പനഗർ പഞ്ചായത്തിൽ മുരളീധരനെതിരെയാണ് നേതാക്കൾ പ്രവർത്തിച്ചെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ ഉയർന്ന വിവാദത്തിൽപ്പെട്ട DCC പ്രസിഡന്റും UDF ചെയർമാനും രാജിവെച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് ജോസഫ് ടാജറ്റിനെതിരെ ആമ്പല്ലൂരിൽ പോസ്റ്റർ ഉയർന്നത്. ശതദിന നൃത്തോത്സവത്തിൽ രവീന്ദ്രഗീത നാട്യത്തിൽ നിഷിത യാമിനി അഭിസാരി രാധാ പദം ശ്രദ്ധേയമായി. പെരിങ്ങോട്ടുകര വിഷ്ണുമായ ക്ഷേത്രസന്നിധിയിൽ നടന്നുവരുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 95ാം നാൾ കൊൽക്കത്തയിൽ നിന്നെത്തിയ സുഷ്മിത പോളും സഹേലി സെൻഗുപ്തയും കവി കുലഗുരു രവീന്ദ്ര സംഗീതത്തിന് അഭിസാരി രാധയെയും രാത്രികാല മൺസൂൺ പ്രകൃതിയെയും അതിന്റെ തന്മയ ഭാവത്തോടെ അവതരിപ്പിച്ചുകൊണ്ടും സ്വസിദ്ധ അഭിനയത്തിലൂടെ സജനി രാധിക എന്ന ബംഗാള ഭാഷരചനയിൽ കാറ്റും മഴയെയും കൊണ്ട് കുതിർന്ന പ്രകൃതിയെയും വെല്ലുവിളിച്ച് കൃഷ്ണനെ കാണാനിറങ്ങുന്ന രാധയെയും അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടി. ആന്ധ്രാപ്രദേശ് ഗോദാവരി ജില്ലയിലെ ഗുരു ജ്യോതി ഭരതിന്റെ ശിഷ്യർ അവതരിപ്പിച്ച നർത്തന ഗണപതി സ്തുതി, വെങ്കടേശ്വര മഹാത്മ്യം, ദശാവതാരം എന്നിവ ശ്രദ്ധേയമായി. നർത്തകിമാരായ മോനിത, നികിത അവതരിപ്പിച്ച ശ്രീചക്ര ദേവി സ്തുതിയും
കേരള കലാലയം ഗായത്രി അജിത് ഭരതനാട്യത്തിൽ അവതരിപ്പിച്ച കുമാരകാവ്യത്വവും അയ്യപ്പൻ സ്തുതിയും കാണികളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങി. തുടർന്ന് തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങര വനിതാ സമാജം അവതരിപ്പിച്ച തിരുവാതിരകളെയും നടന്നു. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ കലാകാരികൾക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. സൗഹൃദം സ്ഥാപിച്ച് വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. എറണാകുളം കടവന്ത്ര സ്വദേശി ജയശങ്കറിനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്വദേശിനിയായ വനിതാ ഡോക്ടറിൽ നിന്നാണ് ഇയാൾ 7.61 ലക്ഷം രൂപയും 30 പവൻ സ്വർണവും തട്ടിയെടുത്തത്. പ്രതിയോടൊപ്പമുള്ള പരാതിക്കാരിയുടെ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇതോടെ വനിതാ ഡോക്ടർ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. 2023 ജനുവരി 14 മുതൽ 2023 ഡിസംബർ 30 വരെയുള്ള കാലയളവിലാണ് പ്രതി പണവും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തത്. പുതുക്കാട് റെയിൽവേ ഗേറ്റിൽ വീണ്ടും അപകടം. ബുധനാഴ്ച രാവിലെ പുതുക്കാട് ഇരിങ്ങാലക്കുട റോഡിലെ പ്രധാന ഗേറ്റാണ് അജ്ഞാത വാഹനമിടിച്ച് തകരാറിലായത്. ഇതോടെ പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഒരു മാസത്തിനിടെ 3ാം തവണയാണ് വാഹനമിടിച്ച് ഗേറ്റ് തകരാറിലാകുന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ അറ്റകുറ്റപ്പണി കഴിഞ്ഞ ഗേറ്റിൽ പിന്നീട് 4 തവണ വാഹനമിടിക്കുകയുണ്ടായി. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ തിടുക്കപ്പെട്ട് റെയിൽവേ പാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതാണ് അപകടത്തിനിടയാക്കുന്നത്. എന്നാൽ ഇന്നത്തെ അപകടം എങ്ങനെയെന്ന് കണ്ടെത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഗേറ്റ് അടഞ്ഞു കിടന്നതോടെ നിരവധി വാഹനയാത്രക്കാരും വിദ്യാർത്ഥികളും വലഞ്ഞു. ചാലക്കുടിയിൽ നിന്ന് റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ സ്ഥലത്തെത്തി ബുധനാഴ്ച ഉച്ചയോടെ ഗേറ്റിന്റെ തകരാർ പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. CBSE 10+2 പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാർത്ഥികളെ CSM സെൻട്രൽ സ്കൂൾ ആദരിച്ചു. 10ാം ക്ലാസ്സിലും +2ലും മികച്ച സ്ഥാനം നേടിയ മുഹമ്മദ് റിഹാൻ PS, റയാൻ അബ്ദുൾ സത്താർ, മുഹമ്മദ് നിഹാൽ, റിസാം PS എന്നിവർക്ക് ട്രോഫികൾ സമ്മാനിച്ചു. അനുമോദന യോഗത്തിൽ ചെയർപേഴ്സൺ സഫിയ റഹ്മാൻ, വൈസ് ചെയർമാൻ CM മുഹമ്മദ് ബഷീർ, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, PTA പ്രസിഡന്റ് PI ഷൗക്കത്ത് എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ M ദിനേശ് ബാബു, വൈസ് പ്രിൻസിപ്പാൾ നാദിറ ജാബിർ എന്നിവർ നേതൃത്വം നൽകി. ഇടശ്ശേരി CSM കിൻഡർ ഗാർഡനിൽ LKG പ്രവേശനോത്സവം നടത്തി. പ്രവേശനോത്സവം പ്രിൻസിപ്പാൾ ഡോക്ടർ M ദിനേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ആ മാറ്റത്തിന് ഒപ്പം തന്നെ സഞ്ചരിക്കുന്ന ഒരു വിദ്യാലയമാണ് CSM സെൻട്രൽ സ്കൂൾ. ആ വിദ്യാലയം അല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ നിങ്ങളെ കൊച്ചു മക്കളെ ചേർത്തിയതിനുള്ള അഭിനന്ദനമാണ് ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നത്. നിങ്ങൾ കൈയ്യെല്ലാം പോകുന്നുണ്ട്. കൈയ്യ ചെയർപേഴ്സൺ സാഫിയ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെത്തിയ നവാതിഥികളെ സമ്മാനങ്ങൾ നൽകിയാണ് അധ്യാപകർ സ്വീകരിച്ചത്. PTA പ്രസിഡന്റ് PI ഷൗക്കത്ത്, സെക്രട്ടറി CM നൌഷാദ്, മാനേജർ PK ഹൈദരാലി, വൈസ് ചെയർമാൻ CM മുഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി CM സൈഫുദ്ദീൻ, KG കോർഡിനേറ്റർ KT രമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും കലാപരിപാടികൾ അവതരിപ്പിച്ചു. എടത്തിരുത്തി കുമ്പളപ്പറമ്പിൽ ഉണ്ടായ ബൈക്ക് അപകടത്തിൽ യുവാവിന് പരിക്ക്. വലപ്പാട് സ്വദേശി പനത്തക്കയിൽ 27 വയസ്സുള്ള മുഹമ്മദ് ഷാഫിക്കാണ് പരിക്ക്. ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വളവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയും തൊട്ടടുത്ത് വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പറമ്പിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു. കൊടകരയിൽ ബൈക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞു കയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികനായ ഒരാൾക്കും ബൈക്ക് യാത്രികനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 6:30 ഗാന്ധിനഗറിലായിരുന്നു അപകടം. ദേശീയപാതയിൽ കൂടി ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ലോറിയിൽ തട്ടിയ ശേഷം സർവീസ് റോഡിലൂടെ വന്ന ബൈക്കിൽ ഇടിച്ച് നിയന്ത്രണം വിട്ടാണ് കടയിലേക്ക് പാഞ്ഞു കയറിയത്. ഈ സമയത്ത് കട തുറക്കാതിരുന്നതും റോഡിൽ ആളില്ലാതിരുന്നതും വലിയ അപകടം ഒഴിവായി. അപകടത്തിൽ കടയുടെ മുൻവശം തകർന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൊടകര പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6615 രൂപ, പവന് 52,920 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ, കുറ്റിപ്പുറം, കൊടുങ്ങല്ലൂർ, ഷൊർണൂർ സംസ്ഥാന പാതകളുടെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂരിൽ പോസ്റ്റർ പതിച്ചു. ശതദിന നൃത്തോത്സവത്തിൽ രവീന്ദ്രഗീത നാട്യത്തിൽ നിഷിത യാമിനി അഭിസാരി രാധ പദം ശ്രദ്ധേയമായി. സൗഹൃദം സ്ഥാപിച്ച് വനിതാ ഡോക്ടറിൽ നിന്ന് 7 ലക്ഷം രൂപയും 30 പവനും തട്ടിയെടുത്ത യൂട്യൂബർ അറസ്റ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.